മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് സർക്കാർ 12.5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. കുവൈത്തിലെ മംഗഫിൽ NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് $15,000 ഏകദേശം 12.5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുവാൻ കുവൈറ്റ് സർക്കാർ തീരുമാനിച്ചു. ഈ തുക അതായത് എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുവാൻ കുവൈറ്റ് അമീർ ഷൈഖ് മിഷേൽ അൽ അഹമ്മദ് സംഭവ ദിവസം തന്നെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ തുക എത്രയെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. 25 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്കാണ് തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായത്. തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലിയും പ്രവാസി വ്യവസായി രവി പിള്ളയും മുന്നോട്ട് വന്നിരുന്നു. യൂസഫ് അലി 5 ലക്ഷം രൂപയും രവി പിള്ള 2 ലക്ഷം രൂപയും വീതമാണ് കുടുംബാംഗങ്ങൾക്ക് ധനസഹായം വാഗ്ദാനം ചെയ്തത്. നോർക്ക വഴിയാണ് സഹായം നൽകുക എന്നും അറിയിച്ചിരുന്നു. ഇവരെ കൂടാതെ മറ്റു ചില വ്യവസായികളും സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ സംസ്ഥാന സർക്കാർ കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ ബന്ധുക്കൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം വിതരണം എന്ന് തുടങ്ങും എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മരിച്ചവരുടെ ആശ്രിതർക്കായിരിക്കും ആദ്യം സഹായം നൽകുക എന്ന് പ്രഖ്യാപിച്ചിരുന്നു. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. പരിക്കേറ്റവരുടെ ബന്ധുക്കളെ കണ്ടെത്തുവാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഇതുവരെ സർക്കാരോ നോർക്കയോ പുറത്തുവിട്ടിട്ടില്ല. NBTC കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ KG ഇബ്രഹാം അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ആദ്യപടിയായി 8 ലക്ഷം രൂപയും ഇതിനു പുറമെ 2 വർഷത്തെ ശമ്പളവും ഇൻഷുറൻസ് തുക മറ്റ് നിയമപരമായ ആനുകൂല്യങ്ങൾ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തെക്കൻ കുവൈത്തിലെ മംഗഫിൽ NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന 4 നമ്പർ ക്യാമ്പിലെ 6 നില കെട്ടിടത്തിലാണ് ഇക്കഴിഞ്ഞ ജൂൺ 12 പ്രാദേശിക സമയം പുലർച്ചെ 4:30 തീപിടുത്തമുണ്ടായത്. അപകട സമയത്ത് കെട്ടിടത്തിൽ 176 പേർ ഉണ്ടായിരുന്നു. തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് തീ പടരുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് വിഷപ്പുക ശ്വസിച്ചാണ് പലരും മരണമടഞ്ഞത്. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയവരിൽ ചിലർ മരിച്ചു. മറ്റു ചിലർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിലാണ്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ. സംഭവത്തിനു പിന്നാലെ കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.